ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ സനൂപിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരദ. ഗംഗയ്ക്ക് ഈ വിവാഹാലോചന വേണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ്. അപ്പം പെട്ടെന്ന് ജയപാലനെ വിളിക്കാമെന്ന് തീരുമാനിക്കുക. ജയപാലനാണെങ്കിൽ തൻ്റെ വീട്ടിൽ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ശാരദയുടെ ഫോൺ കോൾ വരുമ്പം തന്നെ ജയപാലൻ എടുക്കുക. പറ ശാരദ എന്ന് പറയാണ്. ജയപാലേട്ട, ഞാൻ ആ സനൂപിനെ പറ്റി പറയാനായിട്ടാണ് വിളിച്ചത്. അതിന് സംസാരിക്കാൻ ഒന്നുമില്ല. ആ വിവാഹം നമുക്ക് എന്തായാലും നടത്തണം. നല്ല പയ്യനാന്നേ, നിങ്ങളുടെ കുടുംബത്തിന് എന്തുകൊണ്ടും ചേരുന്ന പയ്യനാ. ഈ കല്യാണം നടന്ന ഗംഗയുടെ മാത്രമല്ല, ഇളയതുങ്ങളുടെ ഒക്കെ ഭാവി സുരക്ഷിതമായെന്ന് തന്നെ ശാരദ കൂട്ടിക്കോ. ആ കാവേരി എന്തെങ്കിലും പറയുന്നതും കേട്ട് അതിന് തുള്ളാൻ നിന്ന ശാരദയ്ക്ക് തന്നെയാണ് നഷ്ടം. അല്ല, ആൺതുണിയില്ലാതെ സഹായത്തിന് ആരുമില്ലാതെ ഈ പെൺകുട്ടികളെ വെച്ച് ശാരദ എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയപാലൻ പുച്ഛത്തോടെ കോള് കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ശാരദ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യമുന അങ്ങോട്ട് ചെല്ലുക. അമ്മ ഇപ്പോൾ ആരെയാണ് വിളിച്ചത്? അത് ഞാൻ ജയപാലേട്ടനായിട്ട് ഒരു ആലോചന കൊണ്ടുവരുമ്പം മുഖത്തടിച്ച പോലെ അത് വേണ്ടത് ഞാൻ എങ്ങനെയാ പറയുക? അമ്മേ, ജയപാലങ്കളല്ല ജീവിക്കാൻ പോകുന്നത്, ഗംഗേച്ചിയാ. ആ കിളവൻ്റെ കൂടെ ഗംഗേച്ചിയെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്താൽ ഗംഗേച്ചിയുടെ ജീവിതം എന്താകുമെന്ന് അമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് വലുത് ജയപാലങ്കളാണോ അതോ ഗംഗേച്ചിയാണോ എന്ന് ചോദിക്കുക. ഞങ്ങൾ ആരും സമ്മതിക്കില്ല ഗംഗേച്ചിയെ അയാൾക്കൊപ്പം കല്യാണം കഴിച്ചയക്കാൻ. എന്നിട്ടും അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ, ജയപാലേട്ടൻ കൊണ്ടുവന്ന ആലോചനയാക്കുമ്പം നമ്മൾ എങ്ങനെയാ മുഖം കറുപ്പിച്ച് പറയുക? അമ്മ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയാതെ ഗംഗേച്ചിയെ ജീവിക്കേണ്ടത്, അല്ലാതെ ജയപാലങ്ങൾ ഗംഗേച്ചിയാണ് ജീവിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ആരോ ജയപാലങ്ങളോ ഒന്നുമല്ല. ഗംഗേച്ചിയുടെ ജീവിതം അയാൾക്കൊപ്പം കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും മലമടയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നത് ആ പാവത്തിനെ. ഇങ്ങനെ അതിനെ വേദനിപ്പിക്കാൻ മാത്രം അതെന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? ഞങ്ങൾക്ക് ആർക്കും ഒരു ഇഷ്ടമില്ലാതെ അമ്മ ഈ കല്യാണം നടത്തുന്നതൊന്ന് കാണണം എന്ന് പറഞ്ഞ് യമുന അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പം യമുനയും അമ്മയും തമ്മിലുള്ള സംസാരമൊക്കെ വാതിലിൻ്റെ മറവിൽ നിന്ന് നമ്മുടെ ഗംഗ കേൾക്കുന്നുണ്ട്. അമ്മ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഗംഗയ്ക്ക് കരച്ചിൽ വരിക. അപ്പം യമുന അങ്ങ് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഗംഗയെ കാണുക. ഗംഗേച്ചി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? ചേച്ചി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ഞങ്ങൾ ആരും അയാളെ കൊണ്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ചേച്ചി സങ്കടപ്പെടാതിരിക്കുക. അപ്പോൾ ഗംഗ പറയും, അമ്മ എന്തൊക്കെയോ തീരുമാനിച്ച മട്ടില്ല. അമ്മയെ എതിർത്തുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. അമ്മയുടെ മനസ്സിൽ സമാധാനം കിട്ടുന്ന എന്ത് തീരുമാനവും ഞാനും അമ്മയ്ക്കൊപ്പം നിൽക്കും എന്ന് പറയാം. ഗംഗേച്ചി ഇത് എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ കിളവിൻ്റെ ഒപ്പം ചേച്ചി കല്യാണം കഴിച്ചു പോകുമെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുക. അപ്പം ഗംഗ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ വിനീതനാണെങ്കിലും ഗംഗയുടെ കല്യാണക്കാരി അറിഞ്ഞപ്പം മുതൽ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ സങ്കടപ്പെട്ട് വീട്ടിൽ പോയി ഇരിക്കുക. അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് സുജാത വന്ന് വിളിക്കുക. എടാ ആഹാരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചേ എന്ന് പറയാം. എനിക്ക് വേണ്ടമ്മ ഇപ്പം എന്ന് വിനീത് പറയും. നിന്നോടാ വന്ന് കഴിക്കാൻ പറഞ്ഞേ, വാടാ എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നിട്ട് കിടക്കാം എന്ന് പറയാം. അമ്മേ, എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്, ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് വിശക്കുമ്പം എടുത്ത് കഴിച്ചോളാം, അമ്മ കഴിച്ചിട്ട് കിടന്നോ എന്ന് പറയാം. ഗംഗയ്ക്ക് വേറെ വിവാഹാലോചന വന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ നീ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതാണല്ലോ. എടാ, അവർക്കിപ്പം നിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും അവർ നിന്നെ കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ എടുത്ത് കളഞ്ഞു, അത്ര തന്നെ. അല്ല, അരവിന്ദേട്ടനും ഉള്ളപ്പോൾ തന്നെ നീയുമായിട്ടുള്ള വിവാഹത്തിന് അവർക്ക് താല്പര്യമില്ലെന്ന് അവരറിയിച്ചതായിരുന്നല്ലോ. വീണ്ടും നീ പ്രതീക്ഷിച്ചത് നിന്റെ മണ്ടത്തരം തന്നെയാ. ഇപ്പം അവർക്ക് വീട് സ്ഥലവും നഷ്ടപ്പെട്ടപ്പം ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തത് കൊണ്ട് കുറച്ചു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചു. വീട് സ്ഥലവും തിരിച്ചു കിട്ടിയപ്പം അവർ പോവുകയും ചെയ്തു. പക്ഷെ നീ വെറുതെ ആ പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അത് നിന്റെ തെറ്റ്. ഞാൻ ഈയിടെ കൂടെ അമ്മയെ വിളിച്ച് നിന്റെ കാര്യം സംസാരിച്ചതാ. ഗംഗയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കോ എന്ന് ചോദിച്ചതാ. 10 പൈസ സ്ത്രീധനം വേണ്ട, അവളെ മാത്രം ഇങ്ങോട്ട് തന്നാൽ മതി, 2 കൈ നീട്ടി ഞാൻ സ്വീകരിച്ചോളാം എന്ന് അവരോട് പറഞ്ഞതാ. പക്ഷേ അമ്മയോ അവിടെയുള്ള മറ്റുള്ളവരോ ഒരു വാക്കുപോലും അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നില്ല. ഒന്നുമല്ലെങ്കിലും ഫോണിലെങ്കിലും വിളിച്ച് ഒന്ന് പറയാലോ, ഇതുപോലും ചെയ്തില്ല. അതിനർത്ഥം എന്താ? നീയുമായിട്ടുള്ള കല്യാണത്തിന് അവർക്ക് ആർക്കും ഒട്ടും താല്പര്യമില്ലെന്ന് തന്നെയാ. നീ എന്തിനാ വീണ്ടും അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? നിനക്ക് ചേരുന്ന അന്തസ്സുള്ളൊരു പെൺകുട്ടിയെ ഈ അമ്മ കണ്ടുപിടിച്ച് തരുവട എന്ന് പറയാൻ കേട്ടോ. അപ്പം അതിനൊന്നും മറുപടി ഇല്ലാതെ മിണ്ടാതെ വിനീതിരിക്കും.
കിയ, നിനക്ക് ഇപ്പം വിശക്കുന്നില്ലേ? നീ കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കുക, നിന്റെ മനസ്സിനൊന്ന് സമാധാനം കിട്ടട്ടെ. ഞാനെന്തായാലും പോയി കഴിക്കാൻ പോവാം. നീ വെറുതെ ആ പെണ്ണിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന അതിനേ സമയം കാണുള്ളൂ. അവളുടെ കല്യാണം എന്തോ തീരുമാനിച്ച മട്ടാണെന്നാ ഞാൻ അറിഞ്ഞത് എന്ന് സുജാത വീണ്ടും പറയാണ് കേട്ടോ. അപ്പം സുജാതയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാതെയാണ് വിനീതിന് മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ വിനീത് ഇതിനൊന്നും മറുപടി പറയുന്നുമില്ല. ഇതേ സമയം സ്നേഹതീരത്ത് നമ്മുടെ നിളയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാവേരി. അപ്പം രാജാറാം മോഹൻ റോയിനെ പറ്റിയാണ് കേട്ടോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് യമുന അങ്ങോട്ട് വരിക. എന്താടി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അമ്മ അവിടെ ഗംഗേച്ചിയെ പിടിച്ചു നിർത്തി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ കല്യാണം നടത്തണം, ഈ കുടുംബത്തിലുള്ളവരൊക്കെ രക്ഷപ്പെടണമെന്നൊക്കെ ചേച്ചിയോട് പറയുക എന്ന് പറയണം കേട്ടോ. അതുമാത്രമല്ല, ആ ജയപാലങ്ങൾ കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ജയപാലങ്ങളിനെ ധിക്കരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലത്രേ. ഓ, അയാൾക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ? അയാൾ ആവശ്യമില്ലാതെ നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ എന്തിനാ ഇടപെടുന്നത്? എന്തോ ഫ്രോഡ് ആൾക്കാരായിട്ട് അയാൾ ഇവിടെ വന്നത് തന്നെ എന്തോ ഉദ്ദേശം അയാൾ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. അമ്മ അതിൽ പോയി മൂക്കും കുത്തി വീണിരിക്കുക. അല്ല, അമ്മയെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അമ്മയെ തന്നെ പറഞ്ഞാൽ മതി. മക്കളുടെ ഭാവി അമ്മ ഇങ്ങനെയാണോ സുരക്ഷിതമാക്കാൻ നോക്കുന്നത്? ഗംഗേച്ചിയെ പിടിച്ച് ആ കിളവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ഭാവി സുരക്ഷിതമാക്കൂന്ന് അമ്മ ചിന്തിക്കുന്നതാ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലാത്തവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് കാവേരി ചോദിക്കുക. അല്ല, ഇക്കാര്യം തന്നെയാണോ അമ്മ ഗംഗേച്ചിയോട് പറയുന്നത് എന്ന് വീണ്ടും കാവേരി ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നിള പറയും, അതേ ചേച്ചി, ഞാനും കേട്ടതാ. ഗംഗേച്ചിയെ പിടിച്ചു നിർത്തി നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെയും കാര്യം അവർ നോക്കും എന്നൊക്കെ പറയുന്നതാ ഞാൻ കേട്ടതാ എന്ന് പറയാം. ഈ അമ്മയ്ക്ക് ഇത് എന്താണോ? അമ്മയുടെ തലയിൽ മുഴുവനും മണ്ടത്തരങ്ങൾ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ആ ജയപാലൻ അയാളെ കണ്ണുമടിച്ച് അമ്മ വിശ്വസിച്ചിരിക്കുക. ഗംഗേച്ചിയുടെ ജീവിതം നശിപ്പിച്ചാലേ അമ്മയ്ക്ക് ഇനി സമാധാനം കിട്ടുള്ളൂ എന്ന് കാവേരി അപ്പം പറയാൻ കേട്ടോ. ഗംഗേശ് കല്യാണം കഴിച്ചു പോയിട്ട് അയാൾ നമ്മളെ രക്ഷപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യം നമുക്കുണ്ടോ? അല്ല, എനിക്കെന്തായാലും വേണ്ടി വരില്ല എന്ന് കാവേരി പറയും. അപ്പം യമുനയും പറയും, എനിക്കും അതിൻ്റെ ആവശ്യമില്ല ചേച്ചി. സിവിൽ സർവീസൊക്കെ എടുത്ത് ഞാനും സ്വന്തം കാലിൽ നിന്നിട്ട് എൻ്റെ കല്യാണം മതിയെന്ന എൻ്റെ തീരുമാനം. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ പണം മുടക്കിയുള്ള ഔദാര്യ കല്യാണത്തിനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. എൻ്റെ കല്യാണം ഞാൻ തന്നെ നടത്തണം. അതിലും ഭേദം കല്യാണം കഴിക്കാതിരിക്കുന്നതാ എന്ന് യമുനയും തൻ്റെ അഭിപ്രായം പറയാൻ കേട്ടോ. പിന്നെ നമ്മുടെ നിളയുടെ കാര്യം അത് വരുമ്പോഴല്ലേ, അതിനിനി എത്ര വർഷം ബാക്കി കിടക്കുന്നുണ്ട്? ഒന്നും അല്ലെങ്കിലും ഈ വീട് സ്ഥലമൊക്കെ ഇരിപ്പുണ്ടല്ലോ എന്ന് കാവേരി പറയാം. അപ്പോൾ യമുന പറയും, അതൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഗംഗേച്ചിയുടെ ജീവിതം ബലി കൊടുക്കാൻ പാടില്ല കാവേരി ചേച്ചി എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ആ ഗംഗേച്ചി, പാവം. ഇനിയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുക വേണ്ടത് എന്ന് പറയാണ്. ഗംഗേച്ചിക്കും അയാളെ ഇഷ്ടമായതുകൊണ്ടൊന്നും അല്ല സമ്മതിച്ചിരിക്കുന്നത്, അമ്മ ഒരാളുടെ നിർബന്ധം കൊണ്ടാ. അമ്മയ്ക്കിത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും ഈ കല്യാണം നടത്താൻ പാടില്ല, എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം എന്ന് കാവേരി പറയാം. കല്യാണം നടത്താതിരിക്കണമെങ്കിൽ അമ്മ തന്നെ ഇത് വേണ്ട എന്ന് ഗംഗേച്ചിയോട് പറയണം. അത് പറ്റുമോ എന്ന് യമുന ചോദിക്കുക. പറ്റും എന്ന് അപ്പോൾ കാവേരി പറയാം. എന്നിട്ട് നിളയ്ക്കും യമുനയ്ക്കും ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ വഴിയെ തന്നെ വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ നിള ചോദിക്കും, ഇത്രയ്ക്കൊക്കെ വേണോ ചേച്ചി? അമ്മ പാവമല്ലേ? ഇത്രയ്ക്കൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മുടെ വഴി വരത്തില്ല. ആ കിളവനെ കൊണ്ട് നമ്മുടെ ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിക്കണോ എന്ന് ചോദിക്കുക നിളോട്. അയ്യോ വേണ്ട, അയാൾ ഗംഗേച്ചിക്ക് വേണ്ട, ഗംഗേച്ചിക്ക് നല്ല സുന്ദരം ചെറുക്കം മതി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് കാവേരി പറയണം. എങ്കിലൊക്കെ എന്നാ കൈ കൊടു എന്ന് കാവേരി പറയുമ്പം യമുനയും നമ്മുടെ നിളക്കുട്ടിയും കാവേരിയുടെ മേൽ കൈ വെക്കുകയാണ് കേട്ടോ, കൈയുടെ മേൽ. എന്നിട്ട് 3 പേരും കൂടി തൻ്റെ പ്ലാനുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേസമയം രാവിലെ തന്നെ ജയപാലൻ രാജേഷിനെ കാണാനായിട്ട് ചെന്നിരിക്കുക. അല്ല, ജയപാലട്ടൻ എന്താ ഈ വഴിക്ക്? അതെന്ത് ചോദ്യം രാജി? നിന്നെ കാണാൻ എനിക്കൊന്ന് വന്നൂടെ? എനിക്ക് ആകെയുള്ളൊരു പെങ്ങളല്ലേ നീ? ഒരിക്കൽ നീ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാനിപ്പം നിന്നോട് തിരിച്ചു പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. അല്ല, എൻ്റെ വഴിയിൽ ആരാണോ എനിക്ക് കുറുകെ പ്രശ്നമായിട്ട് വരുന്നേ അവരെയൊക്കെ വെട്ടി നീക്കിയ ഈ ജയപാലന് ശീലമുള്ളൂ. ഇപ്പം എൻ്റെ വഴി കുറുകെ നിൽക്കുന്നവർക്ക് ഒരു ജീവിതം കൊടുത്തിരിക്കുന്നത് നീയാ. ആ കാവേരിക്ക് നീ ഈ റിസോർട്ടിൽ കൊടുത്ത ജോലിയാ ഇപ്പം അവളുടെ പിടിവള്ളി, അവളുടെ ഏറ്റവും വലിയ അഹങ്കാരം. അത് നിർത്തിയേക്കണം എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ആങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം. ഈ നാട്ടുകാർ പലതും പറയുന്നുണ്ട്. അരവിന്ദേട്ടൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ജയപാലട്ടനാണ് അതിൻ്റെ പിന്നിലെന്നും. രാജി, നീ ചുമ്മാ അനാവശ്യം പറയരുത്. ഈ നാട്ടുകാർ വിവരമില്ലാത്തവരങ്ങനെ പലതും പറയും എന്നും കരുതി നീ അതൊന്നും വിശ്വസിക്കേണ്ട. എൻ്റെ പൊന്നു ജയപാലേട്ട, നിങ്ങളെ എനിക്കറിയാവുന്നതുപോലെ ഈ ലോകത്ത് ആർക്കും അറിയില്ല, നിങ്ങളുടെ സ്വന്തം ഭാര്യയ്ക്ക് പോലും. അതുകൊണ്ട് എൻ്റെ പൊന്നിൽ നിന്നുകൊണ്ട് ഈ ന്യായീകരണം ഒന്നും വേണ്ട. ഇപ്പം
അപ്പം ആ കുടുംബത്തിന് അവളുടെ ആ ജോലിയാ ഒരു താങ്ങെന്ന് എനിക്കും അറിയാം. അവള് നല്ലൊരു എംപ്ലോയിയാ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നേട്ടമില്ലാത്തൊരു കാര്യം ഞാൻ ഒരിക്കലും നടപ്പാക്കാറില്ല. 10 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് 100 രൂപയുടെ നേട്ടം എനിക്കുണ്ടോ എന്ന് ഞാൻ നോക്കാറുമുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ളവർക്ക് അല്പം എന്തെങ്കിലും കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുമുണ്ട്. ഓ, എൻ്റെ പെങ്ങള് അപ്പം നാട്ടുകാരെയൊക്കെ പരിപോഷിക്കാൻ ഇറങ്ങിയെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ നന്മ ചെയ്യുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാ. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഈ നന്മയെ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നേട്ടം ഉണ്ടാവത്തില്ല എന്നാ എൻ്റെ അനുഭവം. അതൊന്നും ജയപാലേട്ടൻ എന്നെ ഇപ്പൊ പഠിപ്പിക്കാൻ നിൽക്കണ്ട. കാവേരിയെ ഞാൻ തൽക്കാലം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അവള് എനിക്കിതുവരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവള് വന്നതിന് ശേഷം നേട്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. ആ കുടുംബത്തെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് പറയണം കേട്ടോ. രാജി, അവളവിടെ ഹോം സ്റ്റേ വരാൻ തുടങ്ങി. നിന്റെ കാലം മുകളിൽ വളരാനാ അവളുടെ ശ്രമം. നീ അത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഹോം സ്റ്റേയോ എന്ന് അപ്പം രാജേശ്വരി ചോദിക്കും. അതെ, ഇക്കാര്യം പറയാൻ ഞാൻ നിവിനെ ഫോൺ വിളിച്ചതാണല്ലോ. അവൻ നീ ഉറങ്ങിയെന്നോ മറ്റൊന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി വിട്ടു. അവൾ അവിടെ ഹോം സ്റ്റേ തുടങ്ങി. നിന്റെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് അവള് അവിടെ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരിക്കുക. ഇതും ഞാൻ തെളിവ് സഹിതം മനസ്സിലാക്കാതെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് രാജേശ്വരി പറയണം കേട്ടോ. ഇതെനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ സഹിതം പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ദേ, നീ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് ആ വീഡിയോ രാജേശ്വരി കാണിച്ചു കൊടുത്തിട്ട് ജയപാലൻ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം രാജേശ്വരിയുടെ ഫോണിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജയപാലൻ പോയതിന് ശേഷം രാജേശ്വരി അത് വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹോം സ്റ്റേയിൽ എല്ലാവരും ഒത്ത് ഡാൻസും പാട്ടും ഒക്കെ നടത്തുന്ന വീഡിയോകളാണ്. അത് കാണുമ്പം രാജേശ്വരിയുടെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യം ഉണ്ടാവുകയാണ്. തൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചതിച്ച് കാവേരി ഹോം സ്റ്റേ തുടങ്ങിയിരിക്കുന്നത് എന്നൊരു ചോദ്യം രാജേശ്വരിയുടെ മനസ്സിലും വരിക. അപ്പം ജയപാലൻ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന ആൾക്കാരെ എല്ലാം അവൾ ബാർഗെയിൻ ചെയ്ത് അവളുടെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യം വല്ല നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാവേരിയെ ഇനി നന്നായിട്ട് നിരീക്ഷിക്കണമെന്നും കാവേരിയോട് ഇക്കാര്യം ചോദിക്കണമെന്നും തന്നെ രാജേശ്വരി തീരുമാനിക്കുകയാണ്. തന്നെ ചതിച്ചുകൊണ്ടാണ് അവൾ ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ ഇനി അവളെ ഇവിടെ നിർത്തി പൊറപ്പിക്കില്ല എന്ന് തീരുമാനിക്കുക. ഇത്രയും വലിയൊരു ചതി ചെയ്തവളെ ഇനി തൻ്റെ റിസോർട്ടിൽ ആവശ്യമില്ല എന്ന് തന്നെ രാജേശ്വരി ഉറപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാവിലെ തന്നെ നമ്മുടെ യമുന കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ചേച്ചി എൻ്റെ ബാഗ് കണ്ടോ എന്ന് കെങ്കിയോട് വിളിച്ച് ചോദിക്കാം. അപ്പം അവിടെ പത്രവും വായിച്ചുകൊണ്ട് ശാരദ ഇരിപ്പുണ്ട്. സ്ത്രീകൾക്കൊക്കെ ജോലി നൽകുന്ന ഒരു പദ്ധതിയെ പറ്റി പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, പുരുഷന്മാർക്ക് മാത്രം എന്താ ജോലി കൊടുക്കാത്തത്? സ്ത്രീകൾക്ക് മാത്രം ജോലി കൊടുത്താൽ മതിയോ? ഈ നാട്ടിലെ പുരുഷന്മാർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യമുന ബാഗ് കണ്ടോ എന്ന് ഗംഗയോട് വിളിച്ച് ചോദിക്കുന്നത്. നീ എന്തിനാടി അവളെ ശല്യം ചെയ്യുന്നത്? ഞാനിവിടെ ഇരിക്കുന്നത് നിന്റെ കണ്ണി പിടിക്കില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ എടുത്ത് തരില്ലേ എന്ന് ചോദിക്കും. അയ്യോ വേണ്ടായേ എന്ന് പറയാം. തൽക്കാലം അമ്മയുടെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്നെയും ഏതെങ്കിലും കളവന്മാരുടെ തല കെട്ടിവെക്കാനല്ലേ? അങ്ങനത്തെ സഹായമൊന്നും അമ്മ ദയവ് ചെയ്ത് തരല്ലേ. അമ്മയുടെ ഈ അഭിനയമൊക്കെ ഗംഗേച്ചിയുടെ മുന്നിൽ ചെലവാകും. എൻ്റെ അടുത്ത് അതുമായിട്ട് വരണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗ ഭാഗമായിട്ട് വരിക. ചേച്ചി താങ്ക് യു എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം കാവേരിയും യമുനയും കൂടി ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുക. എന്നിട്ട് ഗംഗയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീള എവിടെ ഗംഗേച്ചി എന്ന് കാവേരി ചോദിക്കും. അവൾ നേരത്തെ തന്നെ ആഹാരം കഴിച്ചിട്ട് പുറത്തിറങ്ങി വണ്ടി കാത്ത് നിൽക്കുന്നുണ്ട്. അല്ല, ഇനിയിപ്പം അവൾ നേരത്തെ കഴിച്ചില്ലെങ്കിൽ അമ്മ ആഹാരം കഴിപ്പിക്കാനെന്നും പറഞ്ഞ് അവളുടെ പിന്നാലെ ചെല്ലുമെന്ന്. അതവൾക്ക് ഇഷ്ടമില്ലത്രേ. അങ്ങനെ എന്നോട് പറഞ്ഞതേ എന്ന് ഗംഗ പറയാം. അപ്പം മക്കൾ തമ്മിലുള്ള ഈ സംസാരം ശാരദ കേൾക്കുന്നുണ്ട്. അപ്പം ശാരദ പെട്ടെന്ന് സങ്കടപ്പെട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരിക. നിങ്ങൾ കഴിക്കാനിരുന്നോ? ഞാൻ എടുത്ത് തരാലോ. ആർക്കാ ദോശ വേണ്ടത്? ദേ യമുനെ, നിനക്ക് 2 ദോശ ഇടട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പ്ലേറ്റിലേക്ക് ദോശ വെക്കും. എൻ്റെ പൊന്നെ, എനിക്ക് ദോശയും വേണ്ട, ഒന്നും വേണ്ട. മര്യാദയ്ക്ക് എൻ്റെ പ്ലേറ്റിൽ അമ്മ തൊടില്ലെന്ന് ഉറപ്പുണ്ടെ മാത്രം ഞാൻ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കും എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് സങ്കടം വരുവേ. ശാരദ ആ ദോശപാത്രം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും യമുന ഗംഗയോട് പറയും, ഗംഗേച്ചി 2 ദോശ ഇട്ടേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തിനാടി അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ നിന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞാലേ അമ്മയുടെ തലയിൽ ഇച്ചിരി വെളിവ് വരുള്ളൂ. അല്ലെങ്കിൽ ഗംഗേച്ചിയെ പിടിച്ച ആ കിളവനെ കൊണ്ട് അമ്മ കല്യാണം കഴിപ്പിക്കും. അപ്പോൾ കാവേരിയും പറയും, അമ്മയ്ക്ക് ഒരു ഡോസിൻ്റെ അത്യാവശ്യം വളരെ ആവശ്യമാണ് ചേച്ചി. അമ്മ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്? ആ ജയപാലൻ പറയുന്ന വാക്കും കേട്ട് അമ്മ കിടന്ന് തുള്ളാൻ തുടങ്ങിയ ചേച്ചിയുടെ ജീവിതം എന്താകുമെന്ന് അമ്മ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ.
എന്നിട്ട് കാവേരിയും യമുനയും പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങാം. അപ്പോൾ ഗംഗയോട് കാവേരി പോയി പറയും, ചേച്ചി തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിലപ്പം ഇവിടെയുള്ള ആള് ഞങ്ങളൊക്കെ പോയ തക്കത്തിന് ചേച്ചിയെ പിടിച്ച് ആ ഇന്നലെ വന്ന ആലോചനയില്ലേ ആ കിളവൻ്റെ, അയാളുടെ തലയെ കെട്ടിവെക്കും, എന്നിട്ട് സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുകയും ചെയ്യും. ചേച്ചിയുടെ ജീവിതം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചേച്ചി ആ സങ്കടങ്ങളിൽ വീണ് കഴിഞ്ഞാൽ ചേച്ചിക്ക് തന്നെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. ജാഗ്രതയായിട്ടിരിക്കണം, വൈകുന്നേരം ഞങ്ങൾ വരുന്നിടം വരെയെങ്കിലും എന്ന് കാവേരി ഗംഗയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഗംഗയോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ യമുനയും ഗംഗയും ഇറങ്ങുക പുറത്തേക്ക് ജോലിക്കും പഠിക്കാനായിട്ടും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കാണുന്ന ശാരദ പൊട്ടിക്കരയുവാണ് കേട്ടോ. അപ്പോൾ ശാരദയുടെ കണ്ണീര് കാണുന്ന ഗംഗയ്ക്ക് സങ്കടം വരിക. അമ്മ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.